വ്യഭിചാര കുറ്റത്തിന് പിടിച്ചാൽ പോലും ഉളുപ്പില്ലാത്ത കുടുംബമല്ല നിന്റേത്. അതിന്റെ സത്യാവസ്ഥയൊക്കെ സുഖേട്ടൻ അറിയാവുന്നതല്ലേ? എല്ലാം അറിഞ്ഞിട്ടല്ലേ സുഖേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്? സത്യാവസ്ഥ എന്തായാലും നാട്ടുകാരുടെ കണ്ണിൽ നിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ എന്താണെന്നറിയോ? ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോ എന്നെ പോലെ അന്തസ്സുള്ള ഒരുത്തിന് കേട്ടോണ്ട് നിൽക്കാൻ ഇത്തിരി പ്രയാസ. ആരെന്ത് പറഞ്ഞാലും എന്നെ വിശ്വാസമില്ലേ സുഖേട്ട? വിശ്വാസം ഇനിയും നിന്നെ ഞാൻ വിശ്വസിക്കണോ? ചതിയല്ലടി നീയും നിന്റെ അച്ഛനും എന്നോട് ചെയ്തത്. പോയിക്കോ, നീ ഇനി അവിടെ അങ്ങ് പുറത്താ മതി. ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം നിൽക്കണ്ട. ഞാൻ കാല് പിടിക്കാം, ദൈവത്തെ ഓർത്തെന്നെ വിശ്വസിക്കണം. അമ്മ ആ മാല കുറച്ചു ദിവസത്തേക്ക് ഫാത്തിമ ചേച്ചിക്ക് കൊടുത്തായിരുന്നു. ഇനി അവരെങ്ങാനും. ഓ, ഇനി അത് അവരുടെ തലയിൽ വെച്ചോ. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ എന്റെ അമ്മയുടെ തലയിൽ വെച്ചോ. നിന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ വേണം പറയാൻ. അതെ, അളിയനെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാണ് എനിക്ക് ഇന്നീ ഗതികേട് വന്നത്. ഒന്നും രണ്ടും അല്ലല്ലോ, വർഷം 4 ആയില്ലേ എന്നെ എങ്ങനെയിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട്. ദേ, ഞങ്ങളുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം. അല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാന്ന് വിചാരിച്ചാൽ അതിന് നടക്കില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. എടി പിടിയെന്ന് ഞങ്ങൾ എവിടുന്നുണ്ടാക്കാൻ ഇത്രയും കാശ്? അതൊന്നും എനിക്കറിയണ്ട. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇന്നും നാളെയും തീരില്ല. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് വരും. ദാ ഇപ്പോ തല ഉയർത്തി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത മാനക്കേടും. നീ പറയുന്നത് കേട്ടാത്തൊന്നും ഞങ്ങളൊക്കെ കരുതി കൂട്ടി എന്തൊക്കെയോ ചെയ്യണമെന്ന്. അതെ, ഒരു വാക്ക് തർക്കത്തിനൊന്നും ഞാനില്ല. ആ എന്ന് കരുതി എന്റെ ചേട്ടനെ അങ്ങ് ഒതുക്കി കളഞ്ഞേക്കരുത്. അല്ല, ഇവളിതെവിടെ പോന്നു? ദേ ഇറങ്ങി പോന്നു. അല്ല, ചേടാ എന്താ സുശീല? ഇതത്ര പന്തിയല്ലാന്ന് എനിക്ക് തോന്നുന്നേ. എന്തോന്ന്? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? എന്ത് മനസ്സിലാക്കാൻ? ഓ, എന്റെ മനുഷ്യ, തലക്കകത്ത് എന്തേലും വേണം. അതെ, കാര്യങ്ങൾ ഇങ്ങനെ വഷളായ അവൾ അവളുടെ പാട്ടിനങ്ങ് പോകും. ആര്, കല്യാണിയാ? അല്ല പിന്നെ ഞാനോ? അവൾ അങ്ങ് പോയാ പിന്നെ നമ്മൾ എന്തോ ചെയ്യും? നമ്മളെന്താ, നമ്മളെ വീട്ടിൽ പോകും. ആ, വീട്ടിൽ ചെന്നങ്ങ് നാമം ജപിച്ചോണ്ടങ്ങ് ഇരുന്നാ മതി. എന്റെ ചേട്ടാ, അവൾ ഇവിടെ ഉണ്ടെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ. നമുക്ക് തരാനുള്ള കാശ് സുഗുന് അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാൻ പറ്റും. അല്ലാണ്ട് കള്ളും കുടിച്ചോണ്ടെടുക്കുന്ന ഇവൻ എവിടെ നിന്ന് എടുത്തു തരാനാ? അതുകൊണ്ട് സുഗുനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു വിളിച്ചോണ്ട് വരണം. നീ ഒരു രാക്ഷസിയാ, ബുദ്ധിരാക്ഷസി. ആ, പെട്ടെന്ന് എന്ന് സുഗുന് പറഞ്ഞുവിട്. ആടിച്ച് ഫിറ്റായിട്ടായിരിക്കും നിന്റെ ആങ്ങൾ അവിടെ ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞാലൊന്നും അയാൾ കേൾക്കുമെന്ന് തോന്നുന്നില്ല. പറഞ്ഞു നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് അമ്മയെ പറഞ്ഞുവിടാം. ഏതായാലും സുഗുനോടൊന്ന് സംസാരിച്ചു. നീ ആദ്യം പോ, ചെല്ലേ, ഞാൻ വരാം. പോ.
സുഗു, എന്താ അവൾ എങ്ങോട്ടാ ഇറങ്ങിപ്പോയത്? എന്താളിയാ പ്രശ്നം? എന്ത് പ്രശ്നം? പിന്നെന്താ അവള് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയത്? ഞാൻ ഇറക്കി വിട്ടിട്ടാ അവള് പോയത്. കേട്ടാടി, അളിയൻ പറഞ്ഞ കേട്ടാ, ഇറക്കി വിട്ടെന്ന്. അത് സ്വന്തം ഭാര്യ. അളിയൻ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറയും. എന്റെ തെറ്റും ശരിയും തീരുമാനിക്കാൻ എനിക്കറിയാം. ഓ, അതിനാരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. വേണം. ഇന്നലെ മിനിങ്ങാന്ന് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ നാട്ടുകാരെന്തു പറയും? എന്തും പറഞ്ഞോട്ടെ, എനിക്കൊരു ചുക്കൂല്ല. അവളുടെ അച്ഛൻ സിനിമാ കഥ പറയുന്ന പോലെ എല്ലാം പറഞ്ഞ് കുമ്പസരിച്ചപ്പോ അതിലൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സുഗു, നീ ചേച്ചി പറയുന്നൊന്ന് കേക്ക്. നീ അവളെ പോയി തിരിച്ചു വിളിച്ചോണ്ട് വാ. പേരുദോഷം നിനക്ക് മാത്രമല്ല, ഈ കുടുംബത്തിന് മുഴുവനും ഉണ്ടാവുന്നത്. കെട്ടിക്കാറായ രണ്ടെണ്ണം നിന്റെ താഴെയുണ്ടെന്ന് ഓർമ്മ വേണം. അത് മാത്രമല്ല, അവള് വല്ല കടുങ്കയും കാണിച്ചാൽ അളിയൻ തൂങ്ങും. ആ, അത് ഞാനങ്ങ് സഹിക്കും. എന്തിനാളിയാ വെറുതെ ഓരോ പൊല്ലാപ്പ് വരുത്തി വെക്കുന്നത്? പഴയ കാലമൊന്നുമല്ല. പെണ്ണെന്ന് കരഞ്ഞാ മതി, വകുപ്പ് ശ്രീപീഡനമാ. ആ, ഒന്ന് ഇറങ്ങി പോവാമോ? മനുഷ്യന് കുറച്ച് സ്വസ്ഥത വേണം. സ്വസ്ഥായിട്ടിരുന്നോ? അറിയാത്തപ്പോൾ ചൊറിയും പറയും. അളിയൻ നിങ്ങൾ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവനെ ആശ്രയിച്ചിരുന്ന കാര്യങ്ങൾ നടക്കില്ല. ഇങ്ങോട്ട് വാ മനുഷ്യ. എടി ഞാനൊന്ന് വായി നോക്കി നിൽക്കൂ. ആ, ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോ അവനത് വേണ്ട. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? പോയി വിളിക്കാനും തെളിക്കാനും ഒന്നും അവന് പറ്റില്ലാന്ന്. കൊച്ചുരാജാവിന്റെ കൊച്ചുമോനല്ലേ? ഇത് ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ല. ഭാര്യമാരെ ചിലപ്പോ പിണങ്ങി പോയിന്നിരിക്കും എന്ന് കരുതി അങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതി ഇരിക്കുകയാണോ വേണ്ടത്? ചിലപ്പോ പോയി വിളിച്ചോണ്ട് വരേണ്ടി വരും. അതിലൊന്നും ഒരു നാണക്കേടുമില്ല. പിന്നല്ലാതെ, അതും കല്യാണിയെ പോലെ ഇത്ര വിലപ്പെട്ടൊരു ഭാര്യ. കരഞ്ഞു കാല് പിടിക്കേണ്ട വിലയൊന്നും അവൾക്കില്ല. പിണങ്ങിപ്പോയ ആള് പിണക്കം തീർന്നെങ്കിൽ വന്നോളൂ. ആഹാ, അപ്പൊ അമ്മ അവന്റെ ഭാഗത്താണോ? അത് പിന്നെ അവൻ എന്റെ മോനല്ലേ. ഓഹോ, എനിക്ക് അവനാ വലുത്. എന്ന് വെച്ച് അവൾ അങ്ങ് പൊക്കോട്ടെന്നാണോ? അത് അവളുടെ ഇഷ്ടം. അല്ലെങ്കിൽ തന്നെ എന്താ, അവൾ അഹങ്കാരല്ലേ കാണിച്ചത്? പ്രശ്നം വല്ലതുകൊണ്ട് പറഞ്ഞു തീർക്കാം, അല്ലാതെ ചാടി ഇറങ്ങി പോവാ വേണ്ടത്. ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാക്കണോ? ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നമ്മളും ചെയ്യണം. ചുരുക്കി പറഞ്ഞ, കല്യാണിയുടെ കാല് പിടിക്കേണ്ടി വന്നാൽ നമ്മൾ അതും ചെയ്യണം. ആ, എന്ന് പറഞ്ഞ ഞാനും എന്റെ മക്കളും അവളുടെ അടിമകളായി ഇവിടെ ജീവിക്കണമെന്ന്. ഇത്തിരി പൊളിക്കും. ഇതെന്റെ വീടാ. വന്നു കയറിയോൾ ഭരിക്കാൻ തുടങ്ങിയ ഞാനും എന്റെ മക്കളും പുറത്താ. എന്താ, അതാണ് നിങ്ങൾക്ക് വേണ്ടത്? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ആ, അമ്മ ഇങ്ങനെ മറുകണ്ഠം ചാടിയാലോ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടി. അമ്മേ, സുഗുവിന് കിട്ടുന്ന നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് മാത്രം ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുവോ? കെട്ടിച്ചുവിടാൻ ഇനിയും രണ്ടെണ്ണം കൂടി ഉണ്ട്. അവരുടെ കാര്യം നോക്കണ്ടേ? പിന്നെ ചേട്ടന്റെ ബാധ്യത തീർക്കണ്ടേ? പിന്നെ എന്ന് വെച്ച് ആ, അതെ, ആ പ്രൊഫസറുടെ കയ്യിൽ ഇനിയും കാണുന്നല്ല പൂത്ത കാശ്. അവളെ മര്യാദയ്ക്ക് തിരിച്ചു വിളിച്ചോണ്ട് വന്ന് അതെല്ലാം അടിച്ചെടുക്കാൻ നോക്ക്. എന്നിട്ട് മുതലും പലിശയും ചേർത്ത് എനിക്ക് തരാനുള്ളത് എന്റെ മുഖത്തേക്ക് വലിച്ചെറി. അല്ല പിന്നെ ദേ, അമ്മ വേണം കല്യാണം പിണക്കാതെ നോക്കാൻ. സുഗുവിന്റെ ഭാര്യയെ അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത്രേ വേണ്ടൂ. ദേ, വെറുപ്പിച്ച് വിട്ടാ പിന്നെ കണി കാണാൻ കിട്ടത്തില്ല. വെറുതെ എന്തിനാ കയറി വന്ന മഹാലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കുന്നേ? അതെ, ഈ കുടുംബത്തിന്റെ നന്മയോർത്ത ഞാനിതൊക്കെ പറയുന്നത്. അതുകൊണ്ട് അമ്മ ഇതന്നെ പോയി അവളെ തിരിച്ചു വിളിച്ചോണ്ട് വരണം. ഞാൻ തനിച്ചോ? വേണ്ട, ഞാനും വരാം. സമയങ്ങളുണ്ട്. അമ്മായി ഒന്ന് വന്നേ. എന്നാ ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് ഓ, വരാം. വേഷമൊക്കെ മാറുമ്പോഴത്തേക്ക് അവളെ വീട്ടിൽ ചെല്ലും. അമ്മായി വന്നേ. അമ്മ ഒന്ന് ചെല്ലമ്മേ. ഓ, ഒന്ന് വേഗം പോ എന്റെ കൃഷ്ണ. ഇവളിത് എവിടെ പോയി? അതാ ഞാനും ആലോചിക്കുന്നത്. വീട്ടിലേക്കാണെങ്കിൽ ഇതുവഴിയല്ലേ അവള് പോവും. വീട്ടിൽ ചെന്ന് ആകെ കുഴപ്പമാവും. അതിനുമുമ്പേ പൊക്കണം. ഒന്ന് വേഗം ആവട്ടെ ആശാനെ. ദേ പോണു. നിർത്ത്. കല്യാണി. ആ, എന്താ കല്യാണി ഇത്? ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ഇറങ്ങി പോവാന്ന് വെച്ചാല് മോള് വന്നേ. വാ. വേണ്ട,
ഞാൻ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. കൊള്ളാം. ഇങ്ങനെ തൊട്ടേനും പിടിച്ചവനൊക്കെ ഇറങ്ങി പോകാൻ തുടങ്ങിയ കല്യാണം കഴിഞ്ഞ സകല പെണ്ണുങ്ങൾക്ക് അവരവരെ വീട്ടിൽ നിൽക്കാൻ സമയം കാണും. ഇതേ ഇപ്പൊ സുശീല തന്നെ, ഞാൻ അവളോട് പെരുമാറുന്ന നോക്കിയാ അവക്ക് പിണങ്ങി പോകാനേ സമയം കാണത്തുള്ളൂ. അളിയൻ ഇത്രയല്ലേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും ആവുമ്പോ ഇതൊക്കെ ഒരു പതിവാ. മോൾക്കറിയില്ല എന്റെ സ്വഭാവം. നിസ്സാര കാര്യം മതി അവന് ദേഷ്യം വരാൻ. അതുപോലെ അങ്ങ് തണുക്കുകയും ചെയ്യും. ഇതൊന്നും അത്ര കാര്യാക്കണ്ട മോളെ. ഇനി മേലാൽ ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടാവരുതെന്ന് അളിയനോട് ഞാൻ പറയാം. അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവും തോന്നില്ല ഭദ്രട്ട. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ദേ ഈ ഭദ്രൻ ചേട്ടനാ പറയുന്നത്. എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. തന്നെയല്ല, ഇങ്ങനെ കരഞ്ഞു പോയി വീട്ടിലോട്ട് കയറി ചെന്ന കല്യാണിയുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് വിചാരിക്കും? അത് കല്യാണി ആലോചിച്ചോ? ഒന്നും അല്ലാത്തൊരു പ്രശ്നത്തിന്റെ പേര് വെറുതെ എന്തിനാ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നേ? മോള് വീട്ടിലേക്ക് വാ. അവിടെ ചെന്നിട്ട് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. വാ 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 കേറ്. കേറ്. വന്ന വഴി പോവാം. എത്രയായി? 60. അമ്മായി ഒന്ന് നിന്നേ. ഒരു കാരണവശാല് ഇവിടെ നടന്നൊന്നും കല്യാണിയുടെ വീട്ടിൽ അറിയാൻ ഇടയാവരുത്. അറിഞ്ഞാലുണ്ടാകുന്ന ദോഷം അറിയാലോ. അതുകൊണ്ടൊരു സൂക്ഷ്മ ശ്രദ്ധയൊക്കെ ഉണ്ടാവുന്ന നല്ലതാ. അതിപ്പോ ഞാൻ എങ്ങനെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാൻ വേണമെന്ന ഭദ്ര നീ പറയുന്നത്? അതെ, നയത്തിൽ നിൽക്കണം. അവളെ വീട്ടിൽ ചെന്ന് നേരിട്ട് പറഞ്ഞാലേ അവരറിയൊന്നൊന്നുമില്ല. ഫോൺ ചെയ്താലും മതി. അതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കാണാൻ ഉണ്ടായ പിന്നെ നമ്മൾ ഈ ഓടിയനും ചാടിയനും ഒന്നും നയ പൈസയുടെ പ്രയോജനം കിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു രൂപമില്ല. അമ്മായി മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചാൽ മതി. രൂപം ഭാവമൊക്കെ താനെ ഉണ്ടാവും. ചെല്ല് ചെല്ല്. എങ്ങനെ രൂപം ഭാവമൊക്കെ കിട്ടാതിരിക്കും? ഒന്നുമില്ലെങ്കിലും സുശീലയുടെ അമ്മയല്ലേ. എന്തിനാ തിരികെ പോകുന്നത്? എനിക്ക് കാണണ്ട തന്നെ. സുഖട്ട പ്ലീസ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ? വേണ്ട, എന്നെ കൊണ്ട് വീണ്ടും വരുന്ന് പറയിപ്പിക്കരുത്. ഉണ്ടായിരുന്ന സ്വസ്ഥതയും സമാധാനവും നീയായിട്ട് തകർത്തു. ഇനിയും മതിയായില്ല നിനക്ക്? നിന്ന് മോങ്ങണ്ട. എല്ലാം കാട്ടിക്കൂട്ടിയിട്ടുള്ള ഈ കരച്ചിലുണ്ടല്ലോ, അതിനി വേണ്ട. നിർത്ത്. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹവും ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞ ഉടനെ നീ അങ്ങ് ഇറങ്ങി പോവായിരുന്നോ? അപ്പോ അത്രേ ഉള്ളൂ എനിക്ക് നിന്റെ മനസ്സിൽ സ്ഥാനം. അങ്ങനൊന്നും പറയരുത് സുഖട്ട. ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല. അപ്പോഴത്തെ അവസ്ഥയിൽ സങ്കടം സഹിക്കാൻ പറ്റാതായപ്പോ സഹിക്കാൻ പറ്റാതായപ്പോ നീ കാരണം ഞാൻ എന്തൊക്കെ സഹിച്ചു? അതൊന്നും പോരായിട്ടാണോ ഇപ്പോൾ നിന്റെ ഈ ഇറങ്ങിപ്പോക്ക്? എന്താടാ ഇനിയും തീർന്നില്ല നിന്റെ ഒച്ചയും ബഹളം? വിളിച്ചു കൂവി ഇങ്ങനെ ലോകം മുഴുവൻ അറിയിക്കണോ? അറിയട്ടെ, എല്ലാരും അറിയട്ടെ. അത് തന്നെയാണല്ലോ ഇവിടെ മറ്റുള്ളവരുടെ ഉദ്ദേശം. മതി മതി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതും പറഞ്ഞിങ്ങനെ ബഹളം വെച്ചുകൊണ്ടൊന്നും പറ്റിപ്പോയ നാണക്കേട് മനക്കേട് ഇല്ലാണ്ടാവോ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഇനി ഇവളെ ഒന്നും പറയണ്ട. ഇവൾക്കൊരു തെറ്റ് പറ്റി, അതിനാവശ്യത്തിനുള്ള ശിക്ഷയും കിട്ടി. മോളിങ്ങ് പോര്. അവൻ കുറച്ചേരം ഒറ്റയ്ക്കിരിക്കട്ടെ. വാ. മോൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് കയറി ചെന്നത്? അവന്റെ മനസ്സും തണുക്കട്ടെ, എന്നിട്ടാവാ സംസാരമൊക്കെ. അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മോക്കറിയാലോ. ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് പിടിച്ച് നാണക്കേടുമായി. ആർക്കായാലും ഉണ്ടാവില്ലേ വിഷമം?
മനഃപൂർവ്വം ഞാൻ ആരും വേദനിപ്പിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സുഖേട്ടനെന്നല്ല ആരെ വെറുതെ തെറ്റിദ്ധരിക്കല്ലാരും എന്നെ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇനി അഥവാ മോക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും അത്ര കാര്യാക്കണ്ട. ഒരു വീടാവുമ്പോ അതൊക്കെ പതിവാ. അതിലൊക്കെ വഴക്കിടാനും ഇറങ്ങിപ്പോവാനും നിന്നാ അതിനെ നേരം കാണും. എന്നാലും സുഖേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതൊന്നും സാരമാക്കണ്ട. എല്ലാം വഴിയെ ശരിയായിക്കോളും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കിയാ പോരെ. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. മോള് സമാധാനായിട്ടിരിക്കെ. പിന്നെ മോളിവ കാര്യങ്ങളൊന്നും വീട്ടിലറിയിക്കാൻ നിൽക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ചാ പോരെ. വെറുതെ എന്തിനാ മറ്റുള്ളവരെ കൂടി. അല്ല, മോളെന്തെങ്കിലും അവരോട് പറഞ്ഞോ? ഇല്ല. ആ, അത് നന്നായി. കേൾക്കുമ്പോ അവര് വിചാരിക്കും ഇവിടെ എന്തോ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണെന്ന്. പിന്നെ അത് മതി അവരുടെ മനസമാധാനം കൂടി ഇല്ലാതെ ആവാൻ. അത്ര പാവങ്ങളാ ആ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ. കുറച്ചു നാളത്തെ പരിചയമുള്ളെങ്കിലും എനിക്കറിയാം അവരുടെ മനസ്സ്. എന്റെ ജീവിതം സുരക്ഷിതാണെന്ന് ആശ്വസിച്ചിരിക്കുകയാണ് അവര്. അച്ഛന് സുഖേട്ടന് എന്ത് ഇഷ്ടാന്നറിയോ? ആ ഇഷ്ടം ഇനി മോള് പറഞ്ഞില്ലാതാക്കാൻ പോണ്ട. അവര് സന്തോഷിക്കുന്നത് കാണുന്നതല്ലേ നമ്മുടെ സന്തോഷം. എന്നാലും ഇന്നത്തെ മാലയുടെ പ്രശ്നം എത്ര ആലോചിച്ചിട്ടും എനിക്കതാ മനസ്സിലാവാത്തത്. ഓ, ഇനിയിപ്പൊ അതൊക്കെ ആലോചിച്ച് മോള് തല പുണ്ണാക്കണ്ട. ഞാനും സുഖു അതങ്ങ് സഹിച്ചു. മോൾക്ക് ഈ വിഷമം മാറാൻ അമ്മ ഒരു ചായ ഉണ്ടായി കൊണ്ടുവരാം. അതേടോ, അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയുന്നത്. ചുമ്മാ എന്നെ കയറി ചൊറിഞ്ഞോണ്ട് വന്നാലേ മുന്നും പിന്നും ഒന്നും ഞാൻ നോക്കിയല്ല. പറഞ്ഞേരാ അവനോട്. ആ ഓ അല്ല, ഇതെവിടെ ആയിരുന്നു രണ്ടുപേരും? ഇവളെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ. ഓ, ഗർഭരക്ഷ. രക്ഷിച്ചോ രക്ഷിച്ചോ. തന്തയില്ലാത്ത ഒരെണ്ണം ഉണ്ടാകുമ്പം എന്റെ പൊന്നു ഭാര്യ സാറാമേ അതിനെയും കൂടെ അങ്ങ് രക്ഷിച്ചോണം. അങ്ങനെ തന്തയില്ലാത്ത ഒരെണ്ണമായിട്ട് ആ കുഞ്ഞിവിടെ ഉണ്ടാവില്ല. പോരെ. പിന്നെ എന്താ അയ്യോടി, നശിപ്പിക്കാന്നോ? അതൊക്കത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ. പ്രസവിച്ചേ പറ്റൂ. ഇല്ല, ഇത് വേണ്ടെന്ന് വെക്കും ഞാൻ. ആ ചെല്ല്. ചാവാനത്ര കൊതിയാണെങ്കിലേ വേണ്ടെന്ന് തന്നെ അങ്ങ് തീരുമാനിക്ക്. ആ എന്താ എന്താ ഡാഡി പറഞ്ഞേ? ഓ, കൊച്ചു കുഞ്ഞല്ലേ, ഒന്നും അറിയത്തില്ല. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ മമ്മി, ഡാഡി എന്താ ഇപ്പൊ പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന്? മോളിങ് വന്നേ, മമ്മി പറയട്ടെ. എന്താ മമ്മി, ഡാഡി എന്താ അങ്ങനെ പറഞ്ഞേ? ഡാഡിയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അതൊന്നും അത്ര കാര്യമാക്കണ്ട. അല്ല, ഡാഡി ആ പറഞ്ഞതിൽ എന്തോ ഉണ്ട്. പറ, എന്താ എന്താ അബോട്ട് ചെയ്താല്? തന്തയില്ലാത്ത ആർക്കും വേണ്ടാത്ത ഒരു കുഞ്ഞിനെ എനിക്കും വേണ്ട. നശിപ്പിച്ചോളാം ഞാൻ. ഈ പരിഹാസവും കുത്തുവാക്കും കേട്ട് അങ്ങനെ ഒരെണ്ണം ഇവിടെ വളരുന്ന എന്തിനാ? അബോട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഇനി അതൊന്നും നടക്കില്ല. അതെന്താ? സമയമൊന്നും വൈകിട്ടില്ലല്ലോ. അതൊന്നുമല്ല പ്രശ്നം. മോളെ കുഞ്ഞിനെ പ്രസവിച്ചു തീരുന്ന ഡോക്ടർ പറഞ്ഞത്. അതെന്താ? അബോർട്ട് ചെയ്ത ഒരുപക്ഷെ മോളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്നിരിക്കും. ഗർഭപാത്രത്തിന് എന്തോ തകരാറുണ്ടത്രേ. കള്ളം, ഞാനിത് വിശ്വസിക്കില്ല. അല്ല മോളെ, സത്യോ പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ ഡോക്ടറോട് മോള് തന്നെ ചോദിച്ചു നോക്ക്. എന്നിട്ട് എന്താ ആരും എന്നോട് ഇത് പറയാതിരുന്നത്? പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അറിഞ്ഞു കഴിയുമ്പോ നിനക്ക് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? ഞാനിനി എന്താ വേണ്ടത്? പ്രസവിച്ചേ പറ്റൂ അല്ലേ? പുച്ഛവും പരിഹാസവും സഹിച്ച് എന്റെ കുഞ്ഞ് വളർന്നേ തീരൂ. എല്ലാവരും വെറുക്കപ്പെട്ട് ഞാനും എന്റെ കുഞ്ഞും. അല്ലേ മമ്മി?
എനിക്ക് അവനെ വേണം. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ ശിവനെ എനിക്ക് വേണം.